തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയെ തിരികെ നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘം ഇന്ന് വിശാഖപട്ടണത്തെത്തും. വൈകിട്ട് 4:30 കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശാഖപട്ടണത്തെത്തുന്നത്. നാളെ രാവിലെ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടറിലാണ് കുട്ടിയുള്ളത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നാളെ രാവിലെയോടെ തിരുവനന്തപുരത്തേക്ക് കുട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണോ ലഭിക്കുന്ന വിവരങ്ങൾ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, നാളെ രാവിലെയോടെ ഇവിടുന്ന് പെൺകുട്ടിയുമായി തിരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് പോലീസ് 4:30 വിശാഖപട്ടണത്ത് എത്തിച്ചേരും. കൊണാർക്ക് എക്സ്പ്രസ്സിലാണ് അവർ വരുന്നത്. വന്നതിന് ശേഷം ശിശുക്ഷേമ സമിതിയിൽ പോയി കുട്ടിയെ കാണും. അതിനൊപ്പം തന്നെ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കും. പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള യാത്രാ സൗകര്യങ്ങളിൽ ഒരു അപര്യാപ്തതയുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനുകൾ ലഭ്യമല്ലാത്തതും നേരിട്ടുള്ള ഫ്ലൈറ്റുകളൊന്നും ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ടാണ് യാത്ര നാളത്തേക്ക് മാറ്റിയത്. നാളെ രാവിലെ നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച്, അത് സ്ഥിരീകരിക്കാനായിട്ടില്ല, രാവിലെ 8 മണിക്കുള്ള ധൻബാദ് എക്സ്പ്രസ്സിനായിരിക്കും ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് കുട്ടിയുമായി പോലീസ് പോകുക. അവിടെ നിന്ന് വാഹനമാർഗം തിരുവനന്തപുരത്തേക്കും പോകും. എന്തായാലും ഇന്ന് രാത്രി കൂടി കുട്ടി ഈ വിശാഖപട്ടണത്തെ ശിശുക്ഷേമ സമിതിയുടെ, ഇവിടുത്തെ സർക്കാരിൻ്റെ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടറിൽ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തത്. എന്തായാലും 4:30 പോലീസ് സംഘം, കഴക്കൂട്ടം SHOയുടെ നേതൃത്വത്തിലുള്ള 2 സ്ത്രീകളടങ്ങുന്ന 4 അംഗ പോലീസ് സംഘം വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ലക്ഷ്മി. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.